അമ്മ നേതൃസ്ഥാനത്ത് നിന്ന് ശ്വേതാ മേനോൻ രാജിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലായിരുന്നു അവർ രാജിവെക്കുകയാണെന്ന് അറിയിച്ചത്. കണക്ക് അവതരിക്കാൻ പറ്റിയില്ല. അക്കൗണ്ട്സും ഓഡിറ്റും ഒന്നും കണക്ക് അംഗീകരിച്ചിരുന്നില്ല. ഇതോടെയായിരുന്നു യോഗത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നത്. അതിനിടയിൽ തെളിവ് സഹിതമായി അൻസിബിയും സംസാരിച്ചു. അതെന്താണെന്ന് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രാജിവെക്കുന്നു എന്നായിരുന്നു ശ്വേതയുടെ പ്രതികരണം. ഇതോടെയായിരുന്നു ഭരണസമിതിയെ മറ്റ് അംഗങ്ങളും രാജിവെച്ചത്. പ്രവർത്തന പരിചയക്കുറവാകാം, അവർക്ക് സമയം കൊടുക്കാമെന്ന് ഗണേഷ് കുമാർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. അതിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പായിരുന്നു ശ്വേത തീരുമാനം അറിയിച്ചത്. തന്റെ അംഗത്വം റദ്ദാക്കണമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഞാൻ റിവൈസർ ചെയ്യുകയാണ്. ഞാൻ റിസൈൻ ചെയ്യുകയാണ്. കുറ്റാരോപിതരുടെ കയ്യിൽ നിന്ന് വീണ്ടും പോകുകയാണ് അമ്മ ഓർഗനൈസേഷൻ. അതിനുള്ള ശ്രമമാണ്. അതൊരു അജണ്ടയായിരുന്നു. നമ്മുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരുടെയും ആ ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ആദ്യമേ അജണ്ട വെച്ച് നമ്മളെ പുറത്താക്കാൻ നോക്കി. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. പറയേണ്ട കാര്യം ഞാൻ തുറന്നു പറയും. കമ്മിറ്റി പോലും അറിയാതെയാണ് സ്റ്റാഫ് പോയത്. കണക്കിലൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. മൂപ്പർ ഓടിപ്പോയി എന്നേ ഞാൻ പറയുന്നുള്ളൂ. സെപ്റ്റംബർ 1 മുതൽ ഞങ്ങൾ വന്ന ശേഷമാണ് കണക്കുകളെല്ലാം കൃത്യമായത്. ഞങ്ങൾക്ക് മുമ്പേ ബാബു രാജേട്ടൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. സംഘടനയുടെ കാര്യമായത് കൊണ്ടാണ് ഇതുവരെ പറയാതിരുന്നത്. ഗൂഢാലോചനയും കുറ്റാരോപിതരുടെ പേരുകൾ എന്തിനാണെന്ന് പറയുന്നത്. പാവയായി ഇരുന്നാലേ ഇതിൽ കാര്യമായി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പാവയാൻ എന്നെ കിട്ടില്ല എന്നായിരുന്നു ശ്വേത മാധ്യമങ്ങളോട് പറഞ്ഞത്. നേരത്തെ പരിഹാസമാക്കേണ്ട പല വിഷയങ്ങളും കൃത്യമായി പരിഹരിക്കാൻ ശ്വേതയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് ചില താരങ്ങൾ പറഞ്ഞത്. ശ്വേത ആയിരുന്നില്ല രാജിവെക്കേണ്ടെന്ന് ആയിരുന്നായിരുന്നു മല്ലിക സുമാറിന്റെ പ്രതികരണം. ശ്വേതയ്ക്ക് പിന്നാലെ മല്ലിക സുമാരനും അമ്മ അംഗത്വം റദ്ദാക്കി. അഡ്ഹോക് കമ്മിറ്റിയിലെ അംഗമായ ആശ അരവിന്ദും രാജിവെച്ചുള്ള വിവരം പുറത്തുവന്നിരുന്നു. ഭരണസമിതിക്ക് പിന്നാലെയായി അംഗങ്ങളും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ. ശ്വേതാമേനോന്റെ ഇറങ്ങിപ്പോക്കും രാജിയെക്കുറിച്ചുമുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. ശ്വേതാ മേനോൻ മുഖ്യ വിദ്യാകർത്താവായി എത്തിയ റിയാലിറ്റി ഷോ ട്രോഫി നിരസിച്ചതിനെക്കുറിച്ച് ഷീന സന്തോഷ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് അവർ പ്രതികരിച്ചത്. ശ്വേതാ മേനോൻ അമ്മയിൽ നിന്ന് രാജിവെച്ചു. എന്തിന് നിങ്ങൾ പറയുന്നു? നിങ്ങളുടെ വ്യക്തിത്വം ഉണ്ടെന്ന്. നിങ്ങളെപ്പോലുള്ള വലിയ സെലിബ്രിറ്റീസ് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കുമുണ്ട് വ്യക്തിത്വം. ഞങ്ങളും പാവകൾ അല്ലാത്തത് കൊണ്ടാണ് ആ ട്രോഫി വേണ്ടെന്ന് വെച്ചത്. അവിടെ നടന്ന കള്ളക്കളികൾക്ക് നിങ്ങൾ ചുക്കാൻ പിടിച്ചു. ഇപ്പോൾ മനസ്സിലായില്ലേ ചേച്ചി? ആത്മാഭിമാനം എല്ലാവർക്കും ഒരുപോലെയാണെന്ന്. പാവയാകാൻ ഞാൻ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായി, ആർക്കും ആരെയും പാവയാക്കാൻ പറ്റില്ല എന്നായിരുന്നു ഷീന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്.